ഹൃദയം കൊണ്ടാണ് മുഹമ്മദ് സിറാജ് പന്തെറിയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. 185-ലധികം ഓവറുകൾ, കൃത്യമായി പറഞ്ഞാൽ 1113 പന്തുകളാണ് ഇംഗ്ലണ്ടിനെതിരെ സിറാജ് ഈ പരമ്പരയിൽ എറിഞ്ഞത്. 23 വിക്കറ്റുകൾ നേടി പരമ്പരയിലെ മികച്ച വിക്കറ്റ് വേട്ടക്കാരനും സിറാജ് തന്നെ. കളിക്കളത്തിൽ സിറാജ് കാഴ്ചവെക്കുന്ന അഗ്രഷനും ആവേശവും എല്ലാം എടുത്തു പറയേണ്ടതാണ്. ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 2 വിക്കറ്റുകൾ മാത്രമാണ് സിറാജിന് നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഹാരി ബ്രൂക്കും സിറാജും തമ്മിൽ നടന്ന വാക്കുതർക്കം ശ്രദ്ധേയമായി മാറി. ബർമിംഗ്ഹാമിൽ ഇന്ത്യ വിജയിച്ച 2ാം ടെസ്റ്റിൽ സിറാജ് തന്റെ യഥാർത്ഥ മികവിലേക്ക് ഉയർന്നു. ആദ്യ ഇന്നിംഗ്സിൽ 70 റൺസ് വഴങ്ങി 6 വിക്കറ്റുകളാണ് സിറാജ് വീഴ്ത്തിയത്. ആകെ മത്സരത്തിൽ 7 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയുടെ കൂറ്റൻ വിജയത്തിൽ സിറാജ് നിർണായകമായ പങ്ക് വഹിച്ചു. ബുംറയുടെ അഭാവത്തിൽ 2ാം ടെസ്റ്റിൽ ഇന്ത്യൻ ബോളിംഗിന്റെ കരുത്ത് സിറാജ് തന്നെയായിരുന്നു. തന്റെ അഗ്രഷൻ മികച്ച പ്രകടനമാക്കി ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കിയാണ് സിറാജ് ബർമിംഗ്ഹാം വിട്ടത്. ലോർഡ്സിൽ നടന്ന 3ാം ടെസ്റ്റിൽ 4 വിക്കറ്റുകൾ വീഴ്ത്തിയ സിറാജ് സാക് ക്രൗളിയുടെയും ബെൻ ഡക്കറ്റിന്റെയും ടൈം വേസ്റ്റിംഗ് തന്ത്രങ്ങളെ ഇന്ത്യൻ നായകനൊപ്പം ചെറുത്തുനിന്നു. 4ാം ദിനം കളി തുടങ്ങി ബെൻ ഡക്കന് ആക്രമണോത്സുകമായ സെൻഡ് ഓഫ് നൽകിയാണ് സിറാജ് ഇംഗ്ലീഷ് അഹങ്കാരത്തിന് മറുപടി നൽകിയത്. ഡക്കറ്റിന്റെ വിക്കറ്റ് നേടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അലറി വിളിച്ച സിറാജ് 15% മാച്ച് ഫീയും 1 ഡീമെറിറ്റ് പോയിന്റുമാണ് ഇതിന് പകരം നൽകേണ്ടി വന്നത്. എന്നാൽ നാസർ ഹുസൈൻ, സ്റ്റുവർട്ട് ബ്രോഡ്, മൈക്കൽ ആദർട്ടൺ തുടങ്ങിയ മുൻ ഇംഗ്ലണ്ട് താരങ്ങളുടെ പോലും പിന്തുണ ഈ വിഷയത്തിൽ സിറാജിനുണ്ടായിരുന്നു. 4ാം ടെസ്റ്റിലും സിറാജ് തന്റെ അഗ്രഷൻ തുടർന്നു. ബെൻ ഡക്കറ്റ് തന്നെയായിരുന്നു ഇവിടെയും സിറാജിന്റെ എതിരാളി. ചൂടനായ സിറാജിന് ഡക്കറ്റ് മിസ്റ്റർ ആംഗ്രി എന്ന പേരും നൽകി. അങ്ങനെ സിറാജിന് മേൽ മാനസികാധിപത്യം നേടാൻ ഇംഗ്ലണ്ട് താരങ്ങൾക്ക് കഴിഞ്ഞതോടെ 1 വിക്കറ്റ് മാത്രമാണ് അദ്ദേഹം നേടിയത്. എന്നാൽ തന്റെ ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹം ഓവലിലേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നിർണായകമായ 5ാം ടെസ്റ്റിൽ ഇന്ത്യ വിജയിക്കുമ്പോൾ 9 വിക്കറ്റുകൾ പിഴുത് കളിയിലെ താരമായാണ് സിറാജ് മടങ്ങുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവർ എന്നും ഓർമ്മിക്കുന്ന മനോഹരമായ സ്പെല്ലുകളാണ് സിറാജ് ഓവലിൽ എറിഞ്ഞത്. മത്സരത്തിന്റെ 4ാം ദിനം ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് വിട്ട സിറാജ് പഴികൾ കേട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ പരാജയത്തിന് 35 റൺസ് അകലെ നിൽക്കുമ്പോഴും സിറാജും ഇന്ത്യൻ ബോളർമാരും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ജാമി സ്മിത്തിനെയും ജാമി ഓവർട്ടനെയും പവലിയനിലേക്ക് അയച്ച് സിറാജ് ഇന്ത്യക്ക് വിജയപ്രതീക്ഷ തിരിച്ചു നൽകി. അതുവരെ 5ാം ദിനം ഇനി എന്ത് സംഭവിക്കാനാണ് എന്ന് കരുതി നിരാശപ്പെട്ട ഇന്ത്യൻ ആരാധകർ വിജയാരവങ്ങൾക്ക് കാതോർത്തു. ജോഷ് ടോഗിന്റെ കുറ്റിപിഴുത് പ്രസീദ് കൃഷ്ണ സിറാജിന് ഉറച്ച പിന്തുണ നൽകി. ഇന്ത്യയും വിജയവും തമ്മിൽ 1 വിക്കറ്റ് മാത്രമായിരുന്നു അപ്പോഴത്തെ ദൂരം. ഇംഗ്ലണ്ടിനാകട്ടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഗുസ് അറ്റ്കിൻസണും ഒറ്റക്കൈയിൽ ബാറ്റേന്തിയ ക്രിസ് വോക്സ് സ്ട്രൈക്കിംഗ് എൻഡിൽ എത്തിയാൽ ഇന്ത്യക്ക് വിജയിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ അതിലൊരു ത്രില്ലില്ലെന്ന മൈൻഡിലായിരുന്നു ഗില്ലും സംഘവും. ഒടുവിൽ അറ്റ്കിൻസന്റെ ഓഫ് സ്റ്റംപ് പിഴുത് സിറാജ് തന്റെ കർമ്മം പൂർത്തിയാക്കി. ഇംഗ്ലണ്ടിനെതിരെ 2-2 പരമ്പര സമനിലയിലാക്കിയ ആവേശത്തോടെ ഇന്ത്യൻ ടീമിന് മടങ്ങാം. ഇന്ത്യക്കായി ഇംഗ്ലണ്ടിലെ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എന്ന റെക്കോർഡിൽ ബുംറയ്ക്കൊപ്പം എത്തിയാണ് സിറാജ് ഇന്ത്യയിലേക്ക് തിരിക്കുന്നത്. 23 വിക്കറ്റുകളുമായി 2021-22 ബുംറ സ്വന്തമാക്കിയ റെക്കോർഡിനൊപ്പമാണ് സിറാജ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.